എക്സിൽ കൂടുതൽ പരിഷ്കരണം നടത്താനുള്ള മസ്കിന്റെ പദ്ധതികൾ ഒരു പടി കൂടി മുന്നോട്ട് പോയിരിക്കുകയാണ്. എല്ലാം ഒരൊറ്റ ആപ്പിൽ. വീഡിയോ കോൾ ആകട്ടെ, ഡിജിറ്റൽ പേയ്മെന്റുകളാകട്ടെ, എക്സിനെ ഒരു എവറിത്തിങ് ആക്കി മാറ്റാനാണ് മസ്കിന്റെ തീരുമാനം. ഇതിനായി എക്സ് ചാറ്റ് എന്ന പുതിയ ഡയറക്റ്റ് മെസ്സേജിംഗ് സംവിധാനം അവതരിപ്പിച്ചിരിക്കുകയാണ് മസ്ക്. എന്താണ് പുതിയ മാറ്റങ്ങൾ? എക്സ് ചാറ്റിലെ പ്രധാന ഫീച്ചറുകൾ എന്തൊക്കെയാണ്? വിശദമായി നോക്കാം. എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ, വാനിഷിംഗ് മെസ്സേജുകൾ, ഏത് തരത്തിലുമുള്ള ഫയലുകളും അയക്കാനുള്ള സൗകര്യം, ഓഡിയോ വീഡിയോ കോളിംഗ് തുടങ്ങി നമ്മുടെ കമ്മ്യൂണിക്കേഷൻ രീതിയിൽ തന്നെ പുതിയൊരു മാറ്റം ഉണ്ടാക്കാൻ ഒരുങ്ങുകയാണ് എക്സ് ചാറ്റിലൂടെ മസ്ക്. ഞായറാഴ്ച മസ്ക് എക്സിൽ പോസ്റ്റ് ചെയ്തത് ഓൾ ന്യൂ അഥവാ എല്ലാം പുതിയത് എന്നാണ്. ഏത് തരത്തിലുമുള്ള ഫയലുകളും എക്സ് ചാറ്റ് ഉപയോഗിച്ച് കൈമാറാൻ സാധിക്കും. കൂടാതെ മെസ്സേജ് കണ്ടു കഴിഞ്ഞ് ഡിലീറ്റ് ആയി പോകുന്ന വാനിഷിംഗ് മെസ്സേജിങ്ങും പുതിയ സംവിധാനത്തിൽ ഉൾപ്പെടും. വാട്സാപ്പ്, ടെലിഗ്രാം, സിഗ്നൽ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളുമായി നേരിട്ട് മത്സരിക്കാൻ എക്സ് ചാറ്റിന് കഴിയുമെന്നാണ് അവകാശവാദം. എൻഡ് ടു എൻഡ് എൻക്രിപ്ഷനാണ് പുതിയ ഫീച്ചറുകളിൽ പ്രധാനപ്പെട്ടത്. എക്സ് ചാറ്റിന്റെ എല്ലാ സന്ദേശങ്ങളും ബിറ്റ്കോയിൻ സ്റ്റൈൽ എൻക്രിപ്ഷനോട് കൂടിയാണ് വരുന്നത്. നിങ്ങളുടെ സന്ദേശങ്ങൾ ആരും എക്സിന്റെ സെർവറുകൾ പോലും വായിക്കാൻ കഴിയാത്ത വിധം ഇത് സുരക്ഷിതമാക്കും. റസ്റ്റ് പ്രോഗ്രാമിംഗ് ഭാഷയിൽ നിർമ്മിച്ച ഒരു പുതിയ ആർക്കിടെക്ചറാണ് ഇതിന്റെ അടിസ്ഥാനം. എന്നാൽ മസ്ക് ഇതിന്റെ സാങ്കേതിക വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. എക്സിന്റെ നിലവിലുള്ള ഡയറക്റ്റ് മെസ്സേജുകളുടെ ഒരു പ്രധാന അപ്ഗ്രേഡാണ് ഈ ഫീച്ചർ. കമ്പനി എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജിംഗ് താൽക്കാലികമായി നിർത്തിയതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് വരുന്നത്. മെയ് 29-ന് ചില ഇംപ്രൂവ്മെന്റ്സ് വരുത്തുന്നതിനായി ഫീച്ചർ താൽക്കാലികമായി പ്രവർത്തനരഹിതമാക്കുമെന്നായിരുന്നു കമ്പനി അറിയിച്ചത്. വരാനിരിക്കുന്ന വലിയ മാറ്റത്തിന്റെ സൂചന കൂടിയായിരുന്നു അത്. മെസ്സേജ് കണ്ടുകഴിഞ്ഞ് ഡിലീറ്റ് ആയി പോകുന്ന വാനിഷിംഗ് മെസ്സേജിങ്ങും പുതിയ ഫീച്ചറായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വാനിഷിംഗ് മോഡ് ഉപയോഗിച്ച സന്ദേശങ്ങൾ ഒരു നിശ്ചിത സമയത്തിന് ശേഷം സ്വയം ഇല്ലാതാവും. പ്രൈവസി കൂടുതൽ സുരക്ഷിതമാക്കാൻ ഈ ഫീച്ചർ സഹായിക്കുമെന്നാണ് പറയുന്നത്. ഫോട്ടോകൾ, വീഡിയോകൾ, PDF-കൾ, ഡോക്യുമെന്റുകൾ തുടങ്ങി ഏത് ഫയലുകളും എക്സ് ചാറ്റ് വഴി അയക്കാം. ഫോൺ നമ്പർ ഇല്ലാതെ തന്നെ മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്ക് വീഡിയോ, ഓഡിയോ കോളുകൾ ചെയ്യാൻ സാധിക്കുമെന്നതാണ് മറ്റൊരു ഫീച്ചർ. iOS, ആൻഡ്രോയിഡ് വെബ് പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഈ ഫീച്ചർ ലഭ്യമാണ്. എക്സ് ചാറ്റിന്റെ സന്ദേശങ്ങൾ ഒരു 4 അക്ക പാസ്കോഡ് ഉപയോഗിച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ടെന്നും കമ്പനി പറയുന്നുണ്ട്. നിലവിൽ എക്സ് ചാറ്റ് ബീറ്റ ഘട്ടത്തിലാണ്. അതായത് എക്സിന്റെ പ്രീമിയം ഉപയോക്താക്കൾക്ക് മാത്രമാണ് ഇത് ലഭ്യമായിരിക്കുന്നത്. എക്സ് ചാറ്റിന്റെ പൂർണ്ണ റോൾ ഔട്ടിന്റെ കൃത്യമായ തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഫീച്ചറുകളും സൗജന്യ ഉപയോക്താക്കൾക്ക് ലഭ്യമാകുമോ എന്നതും വ്യക്തമല്ല. ചൈനയിലെ WeChat മാതൃകയാക്കി എക്സിനെ മെസ്സേജിംഗ്, മീഡിയ, പേയ്മെന്റ്സ്, ഡേറ്റിംഗ്, ഡിജിറ്റൽ ബാങ്കിംഗ് എന്നിവയ്ക്കുള്ള ഒരു ഏകജാലകമാക്കുകയാണ് മസ്കിന്റെ ലക്ഷ്യം. 2024 എക്സിനെ ഒരു കംപ്ലീറ്റ് ഡേറ്റിംഗ് ആപ്പായും ഡിജിറ്റൽ ബാങ്കായും മാറ്റുമെന്ന് മസ്ക് 2023 ഒരു കമ്പനി മീറ്റിംഗിൽ പറഞ്ഞിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. 2024 ഒക്ടോബർ വരെ 600 ദശലക്ഷം സജീവ ഉപയോക്താക്കളാണ് എക്സിനുണ്ടായിരുന്നത്. മറ്റ് പ്ലാറ്റ്ഫോമുകളുമായി മത്സരത്തിനൊരുങ്ങുമ്പോൾ ഉപയോക്താക്കളുടെ ഈ എണ്ണം തന്നെ എക്സിനൊരു മുൻതൂക്കം നൽകുന്നുണ്ട്. ഒരു പാശ്ചാത്യ സൂപ്പർ ആപ്പ് നിർമ്മിക്കാനുള്ള പദ്ധതി പക്ഷേ മസ്കിന് മാത്രമുള്ളതല്ല. OpenAI CEO സാം ആൾട്ട്മാൻ തന്റെ വേൾഡ് എന്ന പ്രോജക്റ്റിലും ഇതേ പദ്ധതി തന്നെയാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ.